പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കേരള യൂണിവേഴ്സിറ്റി 2ാം സെമസ്റ്റർ ബികോം അക്കൗണ്ട്സ് ആൻഡ് ഡാറ്റ സയൻസ് വിദ്യാർത്ഥികളുടെ ഡാറ്റ അനാലിറ്റിക്സ് യൂസിംഗ് പൈത്തൺ എന്ന വാല്യൂവിൽ നിന്ന് മോഡ്യൂൾസ് ഇൻ പൈത്തൺ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ടോപ്പിക് 2ാമത്തെ മോഡ്യൂൾ ഡാറ്റ സ്ട്രക്ചേഴ്സിൽ ഉൾപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. നമ്മുടെ പൊതുപരീക്ഷാ ചോദ്യങ്ങളിൽ നമുക്ക് ഒരു വലിയ ശതമാനം വരെ ചോദ്യങ്ങൾ മോഡ്യൂൾസ് ഇൻ പൈത്തൺ എന്ന ടോപ്പിക്കിൽ നിന്ന് പലപ്പോഴും ലഭിക്കാറുണ്ട്. നമ്മുടെ ഇന്നത്തെ ഒരു ഡിസ്കഷനിൽ പൈത്തൺ മോഡ്യൂൾസിന്റെ ഡെഫിനിഷൻ, ഫീച്ചേഴ്സ് ഓഫ് മോഡ്യൂൾസ്, ടൈപ്സ് ഓഫ് മോഡ്യൂൾസ്, ഇമ്പോർട്ടിംഗ് മോഡ്യൂൾസ് ഇൻടു പൈത്തൺ, ഇത്രയും ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് പൈത്തൺ മോഡ്യൂൾ എന്താണെന്ന് നോക്കാം. A Python module is a file containing Python definition and statements. Python definitionും സ്റ്റേറ്റ്മെന്റ്സും കണ്ടെയ്ൻ ചെയ്യുന്ന ഫയലുകളെയാണ് പൊതുവെ മോഡ്യൂൾസ് എന്ന് പറയുന്നത്. A module can define function, class and variable. ഒരു മോഡ്യൂളിൽ ഫംഗ്ഷൻ ഡെഫിനിഷൻ ഉണ്ടാകാം, ക്ലാസിന്റെ ഡെഫിനിഷൻ ഉണ്ടാകാം, അല്ലെങ്കിൽ വേരിയബിൾസിന്റെ ഡെഫിനിഷൻ ഉണ്ടാകാം. So a module can include runnable code. ചിലപ്പോൾ എക്സിക്യൂട്ടബിൾ കോഡ് അല്ലെങ്കിൽ റണ്ണബിൾ കോഡും ഈ മോഡ്യൂളിൽ ഉൾപ്പെടാം. In Python, modules are saved with .py extension. .py extension ഉപയോഗിച്ച് പൈത്തൺ പ്രോഗ്രാമിലോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന പൈത്തൺ ഡെഫിനിഷനും സ്റ്റേറ്റ്മെന്റ്സും കണ്ടെയ്ൻ ചെയ്യുന്ന ഫയലുകളെയാണ് പൊതുവെ മോഡ്യൂൾസ് എന്ന് വിളിക്കുന്നത്. We can consider a module to be same as a code library or function that contain a set of functions that you want to include in your application. നമ്മുടെ പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷനിൽ ഉൾപ്പെടുത്താൻ ആവശ്യമുള്ള ഫംഗ്ഷനുകൾ ഉൾപ്പെടുന്ന ഒരു ഫയലിനെ നമുക്കൊരു മോഡ്യൂളായി കൺസിഡർ ചെയ്യാൻ കഴിയുന്നതാണ്. A module is a file containing Python definition and statement. അങ്ങനെ വ്യത്യസ്തമായ ഡെഫിനിഷൻസ് ആണ് പൈത്തൺ മോഡ്യൂൾസ്. A Python module is saved with .py extension. .py സഫിക്സോട് കൂടിയാണ് പലപ്പോഴും നമ്മൾ പൈത്തൺ മോഡ്യൂൾസ് സേവ് ചെയ്യുന്നത്. A Python module can contain executable statements അല്ലെങ്കിൽ റണ്ണബിൾ കോഡ്. പലപ്പോഴും നമ്മൾ മാത്ത് പോലെയുള്ള മോഡ്യൂൾസ് പലപ്പോഴും മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസിന് വേണ്ടി യൂസ് ചെയ്യുന്നു. പലപ്പോഴും സ്ക്വയർ റൂട്ട് കണ്ടെത്താൻ വേണ്ടി പലപ്പോഴും നമ്മൾ മാത്ത് മോഡ്യൂൾ നമ്മുടെ പൈത്തൺ പ്രോഗ്രാമിൽ ഇമ്പോർട്ട് ചെയ്താണ് പലപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മുടെ പ്രോഗ്രാമിന് ആവശ്യമുള്ള ഫംഗ്ഷൻ ഡെഫിനിഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫയലുകളെയാണ് പൊതുവെ നമ്മൾ മോഡ്യൂൾ എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം, മോഡുലാർ പ്രോഗ്രാമിംഗ് ഒരു കൺസെപ്റ്റ് ഉണ്ട്. പലപ്പോഴും ലാർജ് പ്രോഗ്രാമിനെ സബ് ഡിവൈഡ് ചെയ്ത് മോഡ്യൂൾസ് ആയിട്ട് സോൾവ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് മെത്തേഡ് ആണ് അല്ലെങ്കിൽ പരാഡിഗമാണ് മോഡുലാർ പ്രോഗ്രാമിംഗ്. ഇനി നമ്മുടെ പൈത്തൺ മോഡ്യൂൾസിന്റെ ഫീച്ചേഴ്സ് നോക്കിയാൽ പൊതുവെ 3 പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആണ് പൈത്തൺ മോഡ്യൂൾസിനുള്ളത്. മോഡ്യൂൾസ് പ്രൊവൈഡ് ഫ്ലെക്സിബിലിറ്റി ടു ഓർഗനൈസ് കോഡ് ലോജിക്കലി. നമ്മുടെ പൈത്തൺ കോഡ് ലോജിക്കലായി ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി മോഡ്യൂൾസ് ഹെൽപ്പ് ചെയ്യുന്നു. മോഡ്യൂൾസ് ഹെൽപ്സ് ടു ബ്രേക്ക് ലാർജ് പ്രോഗ്രാംസ് ഇൻടു സ്മോളർ മാനേജബിൾ ഓർഗനൈസ്ഡ് ഫയൽ. നമ്മുടെ ലാർജ് പ്രോഗ്രാമിനെ സബ് പ്രോഗ്രാം ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി മോഡ്യൂൾസ് ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് പ്രൊവൈഡ്സ് റീയൂസബിലിറ്റി ഓഫ് കോഡ്. ഒരിക്കൽ നമ്മൾ ഒരു മോഡ്യൂൾ ക്രിയേറ്റ് ചെയ്താൽ ആ ഒരു മോഡ്യൂളിനെ നമുക്ക് നമ്മുടെ പൈത്തൺ പ്രോഗ്രാമിൽ ഇമ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. അതുവഴി റീയൂസബിലിറ്റി എന്ന് പറയുന്ന ഒരു അപ്രോച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നതാണ്. അങ്ങനെ മോഡ്യൂൾസിന് 3 ഫീച്ചേഴ്സ് ആണ് ഉള്ളത്. ഫ്ലെക്സിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു, ലാർജ് പ്രോഗ്രാമിനെ സബ് ഡിവൈഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു, അതുപോലെ തന്നെ കോഡ് റീയൂസബിലിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മോഡ്യൂൾസ് ഫോളോ ചെയ്യും. ഇനി മോഡ്യൂൾസിനെ പൊതുവെ നമുക്ക് 2ആയി ക്ലാസിഫൈ ചെയ്യാം. There are 2 types of modules in Python. ഒന്ന് built in module, 2 user defined Python modules. So there are 2 types of Python modules, built in Python modules, 2 user defined Python modules. പൈത്തൺ ലാംഗ്വേജിന്റെ കൂടെ തന്നെ ഇൻബിൽറ്റ് ആയി വരുന്ന മോഡ്യൂൾസിനെയാണ് പൊതുവെ ബിൽറ്റ് ഇൻ മോഡ്യൂൾസ് എന്ന് പറയുന്നത്.
യൂസർ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഡിഫൈൻ ചെയ്ത് .py എക്സ്റ്റൻഷൻ ഉപയോഗിച്ച് സേവ് ചെയ്യുന്ന മോഡ്യൂൾസിനെയാണ് പൊതുവെ യൂസർ ഡിഫൈൻഡ് മോഡ്യൂൾസ് എന്ന് വിളിക്കുന്നത്. സോ മോഡ്യൂൾ is a file which contain definition and statement. പൈത്തണിൽ ഡെഫിനിഷനും സ്റ്റേറ്റ്മെന്റ്സും സ്റ്റോർ ചെയ്യുന്ന ഫയലുകളെയാണ് പൊതുവെ മോഡ്യൂൾസ് എന്ന് പറയുന്നത്. പലപ്പോഴും പല ആക്ടിവിറ്റി, പല ടാസ്കുകൾ പെർഫോം ചെയ്യാൻ വേണ്ടി പലപ്പോഴും നമുക്ക് വ്യത്യസ്തമായ മോഡ്യൂൾസ് യൂസ് ചെയ്യുന്നു. നമ്മൾ പാണ്ടാസ് പോലെയുള്ള ലൈബ്രറീസ് പലപ്പോഴും യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി മാത്ത് എന്ന് പറയുന്ന മോഡ്യൂൾ യൂസ് ചെയ്യും. ഇത്തരം മോഡ്യൂളുകളെ നമ്മൾ ഇമ്പോർട്ട് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ചാണ് പൈത്തൺ പ്രോഗ്രാമിലോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത്. പലപ്പോഴും ഇത്തരം ഫയലുകളെ ഇമ്പോർട്ട് ചെയ്താണ് നമ്മൾ പൈത്തൺ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നത്. ഇനി ബിൽറ്റ് ഇൻ മോഡ്യൂൾസ് എന്താണെന്ന് നോക്കാം. പൈത്തൺ ഹാസ് എ ലാർജ് നമ്പർ ഓഫ് ബിൽറ്റ് ഇൻ മോഡ്യൂൾസ് വിച്ച് ആർ യൂസ്ഡ് ടു മേക്ക് ടാസ്ക് ഈസി ആൻഡ് മോർ റീഡബിൾ. ടാസ്കുകളെ ഈസി ആക്കാനും റീഡബിൾ ആക്കാനും വേണ്ടിയാണ് പലപ്പോഴും പൈത്തൺ മോഡ്യൂൾസ്, ബിൽറ്റ് ഇൻ മോഡ്യൂൾസ് ഹെൽപ്പ് ചെയ്യുന്നത്. These modules provide a wide range of functionality. നേരത്തെ പറഞ്ഞ വ്യത്യസ്തമായ ഫങ്ഷൻസ് ഇത്തരം മോഡ്യൂൾസ് പ്രൊവൈഡ് ചെയ്യുന്നു. Built-in modules are modules that come pre-installed with Python. Python ഇൻസ്റ്റാൾ ചെയ്യുന്ന ടൈമിൽ തന്നെ അതിന്റെ കൂടെ പ്രീ ഇൻസ്റ്റാൾ ആയി വരുന്ന മോഡ്യൂൾസിനാണ് പൊതുവെ ബിൽറ്റ്-ഇൻ മോഡ്യൂൾസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഫ്രീക്വന്റ് ആയി യൂസ് ചെയ്യുന്ന പൈത്തൺ ബിൽറ്റ്-ഇൻ മോഡ്യൂൾസ് നോക്കിയാൽ അതിൽ പ്രധാനപ്പെട്ടതാണ് മാത്ത് എന്ന മോഡ്യൂൾ. ഇറ്റ് പെർഫോം കോംപ്ലക്സ് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ, ലോഗരിതമിക് ഫംഗ്ഷന്, അതുപോലെ തന്നെ ടെക്നോമെട്രിക് ഫംഗ്ഷനുകൾ, മാത്തമാറ്റിക്കൽ ഫംഗ്ഷനുകൾ പെർഫോം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മാത്ത് എന്ന മോഡ്യൂൾസ് യൂസ് ചെയ്യുന്നത്. ഇനി രണ്ടാമതാണ് ഡേറ്റ്. ഡേറ്റ് മോഡ്യൂൾ ക്യാൻ ബി യൂസ് ടു വർക്ക് വിത്ത് ഡേറ്റ് ആൻഡ് ടൈം. ഡേറ്റ പലപ്പോഴും യൂസ് ചെയ്യുന്ന അവസരത്തിൽ ഡേറ്റ് എന്ന മോഡ്യൂളാണ് യൂസ് ചെയ്യുന്നത്. പിന്നീട് OS എന്ന മോഡ്യൂൾ. This module provides functions for working with the operating system, including file input, output പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പലപ്പോഴും OS മോഡ്യൂൾ യൂസ് ചെയ്യുന്നത്. പിന്നീട് പ്രധാനപ്പെട്ട ഒരു മോഡ്യൂളാണ് SYS മോഡ്യൂൾ. It provides access to variables used or maintained by Python interpreter. Python interpreter മെയിൻറ്റെയിൻ ചെയ്യുന്ന വേരിയബിൾസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് പലപ്പോഴും SYS എന്ന മോഡ്യൂൾ യൂസ് ചെയ്യുന്നത്. പലപ്പോഴും ഇത്തരം മോഡ്യൂളുകൾ പൈത്തൺ പ്രോഗ്രാമിന്റെ കൂടെ പ്രീ ഇൻസ്റ്റാൾഡ് ആയി വരുന്നു. അതുകൊണ്ടാണ് ഇത്തരം മോഡ്യൂൾസിനെ നമ്മൾ ബിൽറ്റ് ഇൻ മോഡ്യൂൾസ് എന്ന് പറയുന്നത്. ബിൽറ്റ് ഇൻ മോഡ്യൂൾസ് ആർ എ പാർട്ട് ഓഫ് പൈത്തൺ. പൈത്തണിന്റെ ഭാഗമായി വരുന്ന പ്രീ ഇൻസ്റ്റാൾഡ് ആയി വരുന്ന മോഡ്യൂൾസിനെയാണ് പൈത്തണിന്റെ ബിൽറ്റ് ഇൻ മോഡ്യൂൾസ് എന്ന് വിളിക്കുന്നത്. ബിൽറ്റ് ഇൻ മോഡ്യൂൾസ് പ്രൊവൈഡ് എ വൈഡ് റേഞ്ച് ഓഫ് ഫംഗ്ഷനാലിറ്റി ആൻഡ് ആർ അവൈലബിൾ ഫോർ യൂസ് വിത്തൗട്ട് അഡീഷണൽ പാക്കേജ്. അഡീഷണൽ പാക്കേജിൽ ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ എല്ലാ യൂസറിനും പൈത്തണിന്റെ കൂടെ അവൈലബിൾ ആയി വരുന്ന മോഡ്യൂൾസ് ആണ് ബിൽറ്റ് ഇൻ മോഡ്യൂൾസ്. ഇനിയും അടുത്തത് യൂസർ ഡിഫൈൻഡ് മോഡ്യൂൾസ് എന്ന് നോക്കാം. യൂസർ ഡിഫൈൻഡ് മോഡ്യൂൾസ് ആർ ദ മോഡ്യൂൾസ് വിച്ച് ആർ ക്രിയേറ്റഡ് ബൈ യൂസർ ടു സിംപ്ലിഫൈ ദെയർ പ്രോജക്റ്റ്. യൂസേഴ്സ് അവരുടെ പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ പ്രോഗ്രാമുകൾ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി എഴുതുന്ന അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്ന മോഡ്യൂൾസിനെയാണ് പൊതുവെ യൂസർ ഡിഫൈൻഡ് മോഡ്യൂൾസ് എന്ന് പറയുന്നത്. These modules can contain function, class, variables and other code that you can reuse across multiple scripts. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ പൈത്തൺ പ്രോഗ്രാം ഫയലുകളാണ് സ്ക്രിപ്റ്റുകൾ. അത്തരം പൈത്തൺ പ്രോഗ്രാം ഫയലുകളിൽ യൂസ് ചെയ്യാൻ കഴിയുന്ന, റീയൂസ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ യൂസർ ക്രിയേറ്റ് ചെയ്യുന്ന മോഡ്യൂൾസിനെയാണ് യൂസർ ഡിഫൈൻഡ് മോഡ്യൂൾസ് എന്ന് പറയുന്നത്. യൂസർ ഡിഫൈൻഡ് മോഡ്യൂൾസ് കണ്ടെയ്ൻ ഫംഗ്ഷൻ, ക്ലാസ്, വേരിയബിൾസ് ആൻഡ് അതർ കോഡ്. പലപ്പോഴും റീയൂസ് ചെയ്യേണ്ട മൾട്ടിപ്പിൾ പ്രോഗ്രാം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്ക്രിപ്റ്റുകളിൽ റീയൂസ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ യൂസർ ക്രിയേറ്റ് ചെയ്യുന്ന മോഡ്യൂൾസിനെയാണ് യൂസർ ഡിഫൈൻഡ് മോഡ്യൂൾസ് എന്ന് പറയുന്നത്. വി ക്യാൻ ഇമ്പോർട്ട് മോഡ്യൂൾസ് യൂസിങ് കീവേഡ് ഇമ്പോർട്ട്. പലപ്പോഴും മോഡ്യൂൾസ് പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ഇമ്പോർട്ട് എന്ന കീവേഡ് ആണ് യൂസ് ചെയ്യുന്നത്. So we can import Python modules using the import keyword. ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു സിന്റാക്സ് ഉണ്ട്. ആ സിന്റാക്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ട് മോഡ്യൂൾ നെയിം. നമുക്ക് ഏതെങ്കിലും ഒരു മോഡ്യൂളിനെ നമ്മുടെ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യണം അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇമ്പോർട്ട് എന്ന കീവേഡ് ആണ് യൂസ് ചെയ്യുന്നത്.
അതായത് നേരത്തെ പറഞ്ഞ പോലെ മാത്ത് എന്ന് പറയുന്ന ഒരു മൊഡ്യൂളിലാണ് മാത്തമാറ്റിക്കൽ ഫംഗ്ഷന്റെ സ്റ്റേറ്റ്മെന്റുകളും അതിനാവശ്യമുള്ള കാര്യങ്ങളും ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ SQRT എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കണമെങ്കിൽ ഞാൻ പ്രോഗ്രാമിൽ മാത്ത് എന്ന മോഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യണം.